ഇനി മിമിക്രി കോമ്പറ്റീഷൻ. ഈ മിമിക്രി കോമ്പറ്റീഷന് വരാൻ പോകുന്ന രണ്ടുപേര് ഇവിടെ വന്നിട്ട് എല്ലാ പയറ്റും പയറ്റിട്ടുള്ള ആൾക്കാരാണ്. ആ രണ്ടുപേരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ജയേഷ് ആൻഡ് റോഷൻ. എനിക്ക് തോന്നുന്നു ക്രിസ്തോസ് തിരുമേനി ആദ്യമായിട്ട് ചെയ്തത്. ഇപ്പൊ നമുക്ക് എവിടെ ചെന്നാലും ക്രിസ്തോസ് തിരുമേനി അല്ലേ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ ചെയ്യാനോ ഒരു അവസരം കിട്ടി. എന്നിട്ട് എന്ത് പറഞ്ഞു അദ്ദേഹം? പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ടാവിട്ട്. ഇന്ന് ആരൊക്കെയാണ് റോഷൻ? ഇന്ന് അജു വർഗീസ് കലിംഗ ശശിയും തമ്മിൽ ഒരു കോമ്പിനേഷൻ. പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ക്യാപ്റ്റൻ രാജു. അതേപോലെ ക്യാപ്റ്റൻ രാജുവിന്റെ മുമ്പിലും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് മുമ്പിലും ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. ജയേഷേ എന്തോട്ട് കുറച്ച് നാളായല്ലോ കണ്ടിട്ട്? സുഖമായിട്ടിരിക്കുന്നു. ജയേഷ് അപ്പൊ ഇപ്പൊ ആരൊക്കെയാ ലിസ്റ്റില്? ലിസ്റ്റില് ബാബുരാജ്, ചെമ്പൻ വിനോദ്, വിജയ് സേതുപതി. റോഷൻ നമ്പർ 2. Let's open number 2. ഇന്ദ്രൻ. തമ്പുരാനേ, ഇങ്ങനെ ഒരു അവസരം വരുമ്പോഴല്ലേ നമുക്ക് ആളാവാൻ പറ്റൂ. പല മഹാന്മാരും വലുതായിട്ടുള്ളത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില്ല. കേട്ടാ കുഴപ്പമില്ല, ഒരുവിധം ട്രൈ ചെയ്താൽ കിട്ടുമായിരുന്നു കേട്ടോ. ഓക്കെ ജയേഷ് നമ്പർ 5. Let's open number 5. കപാലേ രജനികാന്ത്. തമിഴ് പടങ്ങളിലെ മീശ മുറുക്ക് കെട്ട് സൂപ്പർ ഡയലോഗ് വെച്ചേ മാനെ ഗിരി. ഇത് എങ്ങനെയാടാ 8 കൊല്ലം കയ്യിൽ കുത്തി നീ ഡയലോഗ് എടുത്ത് വീശുന്നേ? കേട്ടിട്ട് കോൾമേരി കൊള്ളുന്നു മാനെ. ഓക്കെ അടുത്ത നമ്പർ 3. Let's open number 3. ധർമ്മേന്ദ്ര. സാഹോ നീ പൊരിക്കതോ? ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ഇവൻ നല്ല ബെസ്റ്റ് ആയിട്ട് ചെയ്യും. ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. Okay, Jesh number 10. Let's open number 10. Surya. ശ്രമിക്കാം. വണക്കം, ഞാൻ സൂര്യ പേசுறேன். ഇന്ന് ഈ നിമിഷം രാജിക്കത്തെഴുതി എനിക്ക് നീ തന്നാൽ മാന്യമായി നിനക്ക് തരാം. ഒരു പ്രതികാരവും ഞാൻ ചെയ്യില്ല. ലാസ്റ്റ് നമ്പർ റോഷൻ. നമ്പർ 7. Let's open number 7. നോബി മോഹൻലാലിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചിരിക്കും. ഒരു ഭ്രാന്തനെ പോലെ. I am going to break all conventional concepts of psychiatry. Okay. ജേഷ് നോബിയെ ലിസ്റ്റിലെങ്കിലും ചെയ്യുമല്ലോ. ഒന്ന് അത് കേട്ടിട്ട് പോവാം. അദ്ദേഹത്തിന്റെ ടമാർ പടാറിലെ ഫോണില് കാമുകിയോട് സംസാരിക്കുന്നത്. ഹലോ ഓപ്പറ, എന്ത് ആ ഫേസ്ബുക്കിൽ കണ്ട ദുൽഖർ സൽമാന്റെ പടം? എൻ്റെ അമ്മയാണ് സത്യം, ഞാൻ തന്നത്. എൻ്റെ ചുണ്ട ഈ ചുമന്ന തക്കാളിയിൽ ഒരുപാട് പഴുക്കാത്തത്, അതാണ് എൻ്റെ ചുണ്ട്. എൻ്റെ കണ്ണും ദുൽഖറിൻ്റെ കണ്ണും ഒരേപോലെയാണ്. എനിക്കിപ്പോൾ പേടിയാണ് റോഡിൽ ഇറങ്ങിയെടുക്കാൻ. മമ്മൂക്ക എന്നെ കണ്ടാ പിടിച്ചോണ്ട് പോയാണ്. അപ്പൊ ഇനി ലാസ്റ്റ് നമ്പർ 8. Let's open number 8. விஜய் சேதுபதி லிஸ்ட்ல. அன்வர், உனக்கு தெரிஞ்சவே உன் ஃப்ரெண்டோட பொண்ணை லவ் பண்ணிட்டு அந்த பொண்ணு அப்படி அவங்க கூட எங்கேயும் போய் வேலைக்கு உனக்கு அந்த பொண்ணு எவ்வளோ பிடிச்சிருந்தாலும் சரி அதை விட்டுட்டு நான் பேசல நீ பேசுறது நான் மிஸ்யூஸ் பண்ண நீ கால் பண்ணதில்ல. இதுக்கெல்லாம் பேர் என்ன தெரியுமா? எச்சில். டேய் லவ் 1000 பிரச்சனை இருக்கும் வரത്താ செய்യും. അങ്ങനെ 3 നമ്പറും കഴിഞ്ഞു. ടെൻഷൻ വരൂ. റോഷൻ ആരാ ലിസ്റ്റിൽ ആദ്യം? തട്ടത്തിമറത്ത് എന്ന സിനിമയിലെ അജു വർഗീസും നിവിൻ പോളിയും തമ്മിലുള്ള സീനില് നിവിൻ പോളിക്ക് പകരം കലിംഗ ശശി. അത് ശരി. ഓക്കെ ശരി. ചിഞ്ചു അളിയ ഉമ്മയൊന്നും തരരുത്, ഇത് ഞാനാ. എന്താ അളിയ, ഇപ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി കലോത്സവം എവിടെ വെച്ചിട്ടാ? അട്ടപ്പാടിയിൽ പയ്യന്നൂര് വെച്ചിട്ടാ. കാര്യം പറ അളിയ. ആയിഷ എന്തായാലും കലോത്സവത്തിനുണ്ടാകും, അതുകൊണ്ട് എനക്കും വരണം. വന്നു. ക്യാപ്റ്റൻ രാജു സാറിൻ്റെ നമ്മുടെ ലേലം എന്ന സിനിമയിലെ സോമൻ സാർ വന്ന ഡയലോഗ് ക്യാപ്റ്റൻ രാജു പറഞ്ഞു. തിരുമേനി, ഈ പ്രശ്നം പള്ളിക്കൊക്കെ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ.
എൻ്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് കൊന്നിട്ട് എൻ്റെ അപ്പൻ ജയിലിൽ പോകുമ്പോൾ അന്ന് എനിക്ക് 9 വയസ്സ്. തിരുമേനി ഓർത്തോ, ഐ എം ഔട്ട് സ്പോക്കൺ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അങ്ങനെയല്ലല്ലോ എന്നോട് സാധാരണ ഒരു ഷുഗർ വന്നവരാണ്. നാക്കുന്നുളുക്കിപ്പോയാൽ അതിനെ പോലും വളരെ പൈശാചികമായി ചിത്രീകരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിന്നുള്ളത്. അതുപോലെ ഈ വർഷത്തെ മികച്ച ചിത്രത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മികച്ച ചിത്രം പെരുമ്പാമ്പ്. അങ്ങനെയാണോ? അങ്ങനെ ആയിക്കോട്ടെ. ഷാർജ, ഒമാൻ, സൗദി. അന്നാ പിന്നെ സൊമാലി എടുക്കാം. നിനക്കൊക്കെ അതേ പറ്റുള്ളൂ. അലവലാദികൾ കാലത്തെ എഴുന്നള്ളിക്കൊള്ളും മനുഷ്യനെ മെനക്കെടുത്താൻ. അതെ, ആ സണ്ണിസാറിന്റെ കോട്ട തീർന്നു. ഇത് പിന്നെ വേറെ നേവിക്കാരൻ്റെയാ. അവനാണെങ്കിൽ ഒടുക്കത്തെ ചാടിയും. അല്ലെങ്കിലും കള്ളുകുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. സംഗതി ആർക്കാണെങ്കിലും ഈ ജയിലെന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ്. നാട്ടിൽ നിന്ന് ഒരു 10 കള്ളന്മാർ പൊക്കിയ അതിലൊമ്പണവും ഇന്റർനാഷണൽ കള്ളന്മാരായിരിക്കും. അതായത് അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചവര്. അത് വെച്ച് നോക്കുമ്പോ ജയിലൊരു സംഭവം വെച്ചോ. എന്തായാലും ഈ 8ാമത്തെ തവണയും തിളങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ ബ്ലാസ്റ്റേഴ്സ് ഓരോ പ്രാവശ്യം ഇറങ്ങുമ്പോഴും പരാജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ വിജയം നേരിട്ടുകൊണ്ടിരിക്കുക. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം 1% പോലും താഴേക്ക് പോയിട്ടില്ല. കോൺഫിഡൻസ് കൂടി ഒരുപാട് പുതിയ താരങ്ങളെ കൊണ്ടുവരാൻ തുടങ്ങി. പുതിയ ആർട്ടിസ്റ്റ്. ഇപ്പൊ വിജയ് സേതുപതി ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ട്രൈ ചെയ്യണം. അപ്പൊ പെട്ടെന്ന് നമ്മളൊരു ഡയലോഗ് എടുക്കുമ്പോൾ ചിലപ്പോൾ മറന്നു പോകാൻ തെറ്റൊക്കെ ചെയ്യാം. പക്ഷെ എങ്കിലും അത് വളരെ ഗംഭീരമായിട്ട് ബാലൻസ് ചെയ്തു. ഒരു പുതിയ ആർട്ടിസ്റ്റ് പെട്ടെന്ന് എടുത്ത് ചെയ്യാല്ലോ ഇതിനു വേണ്ടിയിട്ട് മാത്രം. പക്ഷെ ഇനി ഏത് സ്റ്റേജിൽ പോയാലും തിളങ്ങാൻ സാധിക്കും. ഇവിടെ നിന്ന് വിജയിച്ചാൽ പിന്നെ ഒന്നും പരാജയപ്പെട്ടില്ല. അത് തന്നെ എനിക്ക് താങ്കളോടും പറയാനുള്ളത്. ഓരോ പ്രാവശ്യം ഇത് എത്രാമത്തെ? മൂന്നാമത്തെയാണ്. ഇവരൊക്കെ വിചാരിച്ചത് ഇത്തവണ വരുമ്പോഴും കുറെ ഗിഫ്റ്റ് കിട്ടും എന്നാണ്. അങ്ങനെ വന്നാണ് ഇവിടെ വരുന്ന തന്നെ ഒരു ഗിഫ്റ്റ് അല്ലേ? അല്ലേ? അപ്പോ ഈ വരുന്നതിനുള്ള ആ സ്പിരിറ്റ് കാണിക്കുന്നതിന്. കാരണം ഇവിടെ എത്തി ഇനി പബ്ലിസിറ്റി ആയി, ഇനി പരിപാടി, അങ്ങനെയല്ല, വീണ്ടും വീണ്ടും വരികയാണ്. അപ്പൊ നിങ്ങൾ റിഫ്രഷ് ആവും, ഞങ്ങൾ റിഫ്രഷ് ആവും. പുതിയ പുതിയ ആൾക്കാരെ കാണുമ്പോൾ പ്രേക്ഷകർ അതിലേക്കാൾ റിഫ്രഷ് ആവും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. റോഷൻ, ജയേഷ് രണ്ടുപേരും ഗംഭീരമാക്കി. അത് പറയാനുള്ള കാരണം ഇപ്പോൾ നമ്മൾ പുതിയ ഡയലോഗ്സാണ് രണ്ടുപേരും ചെയ്തത്. ഇപ്പോൾ പറയുന്ന അത് പഠിച്ചെടുക്കാനായിട്ടുള്ളൊരു ടെൻഷനും മറ്റുള്ള കാര്യങ്ങളാണ്. അത് ഒഴിച്ചാൽ ബാക്കി സൗണ്ടിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും പെർഫെക്റ്റ് ആയിരുന്നു. ഒരു മിമിക്രി ചെയ്യുമ്പോൾ തന്നെ ഒരു പുതിയ ഡയലോഗ്സ് പഠിക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ മാത്രമായിട്ട് അതിനെ കാണുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻ ഡാവിൻ്റെ നമുക്ക് ലേലത്തിലെ ഡയലോഗ് ക്യാപ്റ്റൻ ഡാവ് നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ക്യാപ്റ്റൻ ഡാവ് സാർ എടുത്തതും അതുപോലെ എടുത്ത 3 സ്റ്റാർസും കൊള്ളാം. പിന്നെ വിജയ് സേതുപതി ഗംഭീരമായിരുന്നു. അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ഇതായിരുന്നു. അതെല്ലാം ഡയലോഗ്സിൻ്റെ ഒരു കാര്യം പുതിയതായതുകൊണ്ട് അതെങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. രണ്ടുപേരും നന്നായിരുന്നു. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. കോമഡി ഉത്സവത്തിൽ ഓരോ തവണയും ഞാനിത് 6ാമത്തെയാണ് 8ാമത്തെയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ വെച്ചാൽ ഓരോ തവണയും പുതിയത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇവിടുന്ന് എല്ലാവരും ഇറങ്ങിപ്പോകുന്നത്. ഇനി അടുത്ത തവണ എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും എനിക്ക് തോന്നുന്ന സ്റ്റേജുകളിൽ പോലും നമ്മൾ ഈ പറയുന്ന ഒരു ഐറ്റം പലതവണയായി കളിച്ച് ഒരു വർഷം നമ്മൾ കളിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ്. പക്ഷേ ഇവിടെ അടുത്ത ഷോയ്ക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയുള്ള പുതിയ ഐറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന കലാകാരന്മാരെ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. എന്തായാലും രണ്ടുപേരും നന്നായിരുന്നു. സൗണ്ടെല്ലാം നന്നായിരുന്നു. പക്ഷേ ഈ ക്യാപ്റ്റൻ രാജേട്ടൻ ചെയ്യുമ്പോൾ കറക്റ്റ് വോയിസാണ്. പക്ഷെ നമുക്ക് മനസ്സിൽ മുഴുവൻ ഈ സോമേട്ടൻ കിടക്കുന്നതുകൊണ്ട് നേരാ തിരുമേനി അവിടെയാണ് കിടക്കുന്നത്. പക്ഷെ കറക്റ്റ് വോയിസാണ്. പക്ഷേ ഈ പറയുന്നത് രണ്ടുപേരുടെയും ചെമ്പൻ്റെയൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, രണ്ടുപേർക്കും സമ്മാനമുണ്ട്. ശാന്തിഗിരി ഹൃദയരഞ്ജിനിയുടെ സമ്മാനം. Yeah.